ബഹുമാനപ്പെട്ട അധ്യാപകർ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 1 മലയാളികളായ നാം കേരളപ്പിറവി ദിനമായി ആചരിക്കുന്ന ദിവസം. ആദ്യമായി തന്നെ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന് ഇന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മ കാണാൻ നാം കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കടന്നിരുന്ന കേരളം ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ മാസത്തിലാണ് രൂപീകൃതമായത്. ഇത് മലയാള ഭാഷാ ദിനമായും ആചരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവും അതിലിടുന്ന ഒരു സുന്ദരമായ പ്രദേശമാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നമ്മുടെ കേരളം അറിയപ്പെടുന്നത്. കേരവൃക്ഷങ്ങൾ നൃത്തമാടുന്ന കടൽ തീരങ്ങളും മനോഹരമായ കായൽപ്പരപ്പും സസ്യശ്യാമളമായ മലയോരങ്ങളും കളകളാരാവും പുറപ്പെടുവിപ്പിക്കുന്ന അരുവികളും തോടുകളും പുഴകളും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകളും എല്ലാം നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതകളാണ്. കേവലം പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമല്ല നമ്മുടെ നാടിന്റെ മഹാത്മ്യം. ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി 100% ആളുകളും സാക്ഷരത നേടി. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കേരളം ഈ വർഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നാം നടത്തിയ മുന്നേറ്റം, വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മതസൗഹാർദ്ദത്തിലും നമ്മൾ ഇന്നും മറ്റുള്ളവർക്ക് മാതൃകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നാം ഒരു വാർത്ത കേൾക്കാൻ ഇടയായി. അതെ, നമ്മുടെ പെരിന്തൽമണ്ണയിൽ ചായ വിറ്റ് നടന്നിരുന്ന ഒരു ആസാം ബാലനെ നമ്മളെല്ലാം ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ. അപ്പോൾ ആ ബാലൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്: എനിക്കിനി എന്റെ ജന്മനാടായ ആസാമിലേക്ക് പോകേണ്ടതില്ല, എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി. അതെ, മറ്റു സംസ്ഥാനങ്ങളെയെല്ലാം വച്ച് നോക്കുമ്പോൾ ജീവിത സൗകര്യങ്ങളിലും സംസ്കാരത്തിലും എല്ലാം നമ്മൾ ഇന്ന് വളരെ മുന്നിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള പൈതൃകം എല്ലാം നമുക്കുണ്ടെങ്കിലും ഇന്ന് ഈ പൈതൃകമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്ക പങ്കുവെക്കാതിരിക്കാൻ വയ്യ. വികസനത്തിന്റെയും മറ്റും പേര് പറഞ്ഞ നമ്മുടെ പ്രകൃതിയെ നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ അശാസ്ത്രീയത കാരണം നമ്മുടെ മണ്ണും വെള്ളവും മലിനമായിക്കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. അഭ്യസ്ത വിദ്യരായ ബഹുഭൂരിപക്ഷ യുവാക്കളും ജോലി ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന സംഖ്യ വലിയ തോതിലാണ് നമ്മുടെ കേരളത്തിൽ കൂടിയിരിക്കുന്നത്. അതിൽ കൂടുതലും യുവാക്കളും വിദ്യാർത്ഥികളുമാണെന്നത് നമ്മെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നു. കടുത്ത തൊഴിലില്ലായ്മ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം അനിവാര്യമാണ്.